ഹലോ നന്ദു. എടീ, നല്ല തിരക്കിലായിരുന്നു. ശല്യായോ? തലപുകഞ്ഞിരിക്കുന്ന സമയത്ത് നിന്റെ കോള് വരുന്നത് വലിയ ആശ്വാസം. തിരക്കോട് തിരക്കാണല്ലോ. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ നിനക്കറിയാലോ. പിന്നെ നീ ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? എന്താ? അല്ല, ഞാനൊന്ന് ജിമ്മില് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വരാം. തിരക്കാണെങ്കി വരണ്ട കേട്ടോ. നീ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞല്ലേ, അപ്പൊ പിന്നെ എത്ര തിരക്കാണെങ്കിലും ഞാൻ അതൊക്കെ ഒഴിവാക്കിട്ട് അവിടെ എത്തിയിരിക്കും. ബന്ധങ്ങൾ വേറെ ബിസിനസ് വേറെ എന്ന് ചിന്തിക്കുന്ന ഒരു മുത്തശ്ശന്റെ കൊച്ചുമോനാ നീ. അതുകൊണ്ടാ തിരക്കാണെങ്കി വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ കൂടെ മുത്തശ്ശന്റെ പ്രിൻസിപ്പലിനെ കുറിച്ചൊന്നും പറയരുത്. എന്നെ കാണണമെന്നുള്ളതുകൊണ്ടല്ലേ നീ ഇപ്പൊ വിളിച്ചത്. അല്ലാതൊന്നും പറയുന്നില്ല. ഇടയ്ക്കൊക്കെ നിന്നെ കാണുമെന്ന് തോന്നാറുണ്ട്. മറ്റുള്ളവരുടെ വിലക്ക് കൂടുന്തോറും കാണാനുള്ള കൊതിയും കൂടും. അപ്പൊ പിന്നെ വൈകുന്നേരം കാണാറി. ശരി, ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ വരുന്നെന്ന്. അത് കഴിഞ്ഞ ശേഷം നവീനേട്ടൻ എന്നെ വിളിച്ചത്. എന്നിട്ടാണ് അതേപ്പറ്റി എന്നോട് പറഞ്ഞല്ലോ. നവീനേട്ടൻ അനിയെ വിളിച്ചിരുന്നോ? വിളിച്ചേന്നുമില്ല, എങ്കിലും ജിമ്മിൽ വരുന്നുണ്ടെങ്കിൽ അവൻ എന്നെ വിളിക്കേണ്ടതാ. അവനിപ്പോ വരൂ. വരേണ്ടതാ. പിന്നെ ഭയങ്കര ജോലി തിരക്കുള്ള ആളല്ലേ? അതെ അതെ, ആ വലിയ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവുന്ന ഇടയ്ക്ക് വിളിച്ചപ്പോ അവൻ പറഞ്ഞത്. അതാ ഇപ്പൊ എല്ലാവരുടെയും ടെൻഷൻ. ചേച്ചി വിളിച്ചപ്പോഴും അതേപ്പറ്റി ഒരുപാട് പറഞ്ഞായിരുന്നു. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നവീനേട്ടന്റെ കല്യാണക്കാരി എന്തായി? അത് പിന്നെ ഒന്നും ആയിട്ടില്ല എന്തോ. അമ്മ കൊണ്ടുവരുന്ന ബന്ധങ്ങളോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. എന്നാ പിന്നെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറ്റി അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? അത് അമ്മയുടെ ടേസ്റ്റിനെ പറ്റിയ പെൺകുട്ടിയല്ലോ. അല്ല, നിങ്ങളെ തമ്മിൽ പ്രണയത്തിലെങ്ങാനും ആണോ എന്ന് ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടിയെ എനിക്ക് പരിചയമുണ്ട്, പക്ഷേ എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞില്ല. ഓ, അത് ശരി. ആ പെൺകുട്ടിക്ക് താല്പര്യം കാണോ? ഒന്നും അറിയില്ല. താല്പര്യം ഉണ്ടാവാനാണ് സാധ്യത. എന്നെ വലിയ മതിപ്പൊക്കെയുള്ള കൂട്ടത്തില. അപ്പൊ ആ റൂട്ട് ക്ലിയർ ആണല്ലേ? അതെ, അമ്മയോട് പറഞ്ഞിട്ട് അമ്മ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ അമ്മയും മുത്തശ്ശനെയും കൂട്ടിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി. അല്ല, അനി അടുത്ത സുഹൃത്തല്ലേ? അപ്പൊ പിന്നെ കൂട്ടുകാരനും കൂടെ പോയി പെണ്ണ് കാണരുതോ? അങ്ങനെ പെണ്ണ് കണ്ടാലും വീട്ടിലുള്ളവര് സമ്മതിക്കണമല്ലോ. എന്തായാലും അവളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഉടനെ കഴിഞ്ഞേക്കും. അല്ല, നന്ദുവിന്റെ വീട്ടുകാർ തിടുക്കപ്പെട്ട് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ടൊന്നും ആയില്ലേ? അത് അവര് വെറുതെ ആലോചിക്കത്തേ ഉള്ളൂ. ഞാൻ പിടികൊടുക്കാനൊന്നും പോകുന്നില്ല. അതെന്താ, നന്ദുവിന് കല്യാണം വേണ്ടേ? തൽക്കാലം വേണ്ട നവീനേട്ടാ. എന്റെ പ്രൊഫഷനും വിവാഹ ജീവിതവും തമ്മില് യോജിച്ചൊന്നും പോകത്തില്ല. അല്ല, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലീസ് ആവുന്നേ അത്ര വലിയ സംഭവമൊന്നുമല്ല. അവരെല്ലാരും കല്യാണം കഴിക്കാതാണോ കഴിയുന്നത്? കാക്കി ഇട്ടതുകൊണ്ട് മാത്രമല്ല നവീനേട്ടാ. ഇപ്പൊ തന്നെ കണ്ടില്ല ആക്സിഡന്റ് ഉണ്ടായത്? മനഃപൂർവ്വം വണ്ടി കൊണ്ട് തട്ടിച്ചതാ, കൊല്ലാൻ വേണ്ടി തന്നെ. അങ്ങനെ ജീവന് ഭീഷണിയുള്ളപ്പോ കുടുംബ ജീവിതത്തെ പറ്റിയൊന്നും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴും കാര്യങ്ങൾ തുറന്നു ചോദിക്കാൻ പറ്റിയ പക്ഷെ എന്റെ നെഞ്ചെടുത്ത് എനിക്കെന്റെ ചെവിയിൽ കേൾക്കാം. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ധൈര്യമില്ലാതായി പോയല്ലോ. അവനെ കാണുന്നില്ലല്ലോ. വിളിക്കണോ? വേണ്ട, വിളിക്കൊന്നും വേണ്ട. എടാ, നീ അത്യാവശ്യമായിട്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് ഒന്ന് പോകണം. എന്തു ചേച്ചാ? അവിടെ കുറെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് രാത്രിയിലെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോകണം. ഡൽഹിയിൽ നിന്ന് വന്നാ നീ വേണം അവരുമായിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കാൻ. ആദർശ് പ്രത്യേകം വിളിച്ച് പറഞ്ഞതാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇനി നിന്നെ ഏൽപ്പിക്കണോ. അത് മാത്രമല്ല, ആദർശ് ഇല്ലാത്തപ്പോ നീ ഇനി ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തേ പറ്റൂ. അല്ല, അച്ഛനും വലിയച്ഛനും ഉണ്ടല്ലോ. എടാ, നീ പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. ഞാനും ചേട്ടനൊക്കെ ഇപ്പോ ആ AN ജ്വല്ലറിയുടെ പിന്നാലെ അതിന്റെ വേരുകൾ തേടിയുള്ള യാത്രയിലാ ഇപ്പോ. സാധാരണ നമ്മൾ എതിരാളികളെ പറ്റി ചിന്തിക്കാറ് പോലുമില്ല. പക്ഷെ ഇവിടെ അച്ഛന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണോ? അത് അവര് നമ്മളെ വ്യക്തിപരമായിട്ട് തകർക്കാൻ നോക്കുന്നത് കൊണ്ടാ. എടാ, ഇനി നീ എല്ലാ ജോലിയും മാറ്റിവെച്ച് ഞാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്യണം. എന്തായാലും രാത്രി ഒരു 7-7:30 വരെ ഞാനിവിടെ ഉണ്ടാവും. ശരി അച്ഛൻ. അല്ല, ആദർശിനെ വിളിക്കാൻ പറ്റുക ചെയ്തായിരുന്നു. അവിടെ എത്തിയ ശേഷം വിളിച്ചിരുന്നു. അവന്റെ കാര്യത്തെ പറ്റി നീ ചിന്തിക്കണ്ട. അവിടുത്തെ കാര്യങ്ങൾ അവൻ ഭംഗിയായി നിർവഹിച്ചോളൂ. പിന്നെ അച്ഛന് വേണ്ടതൊക്കെ അവിടെ അറേഞ്ച് ചെയ്തോളൂ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ശരിടാ. അവള് ജിമ്മിൽ പോവാന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് മതി പറയണോ, അല്ലെങ്കിൽ ആദർശേട്ടനോടും മുത്തച്ഛനോടും അച്ഛനോടും വല്യച്ഛനോടും ഒക്കെ ചെയ്യുന്ന ചതിയാവോ അത്? അയ്യോ, അമ്മയായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അഭിമോനല്ലെങ്കിലും കാണേണ്ടതൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ. അല്ല, അമ്മ എന്താ വന്നത്? അതെ, ഇവിടെ നല്ല കുമ്പളങ്ങയുടെ വിത്ത് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എന്റെ 2 മക്കളെ ഇവിടെയാ കെട്ടിച്ചുവിട്ടിരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട്. അവരെ കാണാനാ ഞാൻ വന്നത്. അല്ലാതെ നിന്നെ നിന്റെ അമ്മയും കാണാനൊന്നും അല്ല. അല്ല, കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എന്തിനാണ് എന്റെ മോളെ നീ പരസ്യത്തിനൊക്കെ പറഞ്ഞു വിട്ടത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവളെന്നെ വകവെച്ചില്ല അമ്മേ. ഓ, എന്റെ അഭിക്കുട്ടാ, എന്തെങ്കിലും നീ ഒരു ദിവസം സത്യം പറയൂടാ. ഇപ്പൊ നിനക്ക് നിന്റെ അമ്മയ്ക്ക് ഈ വീട്ടില് ജോലിക്കാരുടെ വിലയെ തരുന്നുള്ളൂ. അതിന് കാരണം നീയൊക്കെ തന്നെയാ. ഈ അനന്തപുരി തറവാട്ടിലെ നായ്ക്കളില്ല. പക്ഷേ ഇവിടെ നായ്ക്കളെ വളർത്തണം. എന്നിട്ട് രാവിലെ ആവുമ്പോ അതിനെ നടത്താനും അതിന്റെ കൂട് കഴുകാനും അതിനെ കുളിപ്പിക്കാനും ഒക്കെ നിന്നെ ഏൽപ്പിക്കണം. നിന്നെ പോലുള്ളവരെയൊന്നും സ്നേഹിച്ചിട്ട് വേറെ ഒരു കാര്യമില്ല. ഈ നായ്ക്കളാണെങ്കിൽ കുറച്ച് നന്ദിയെങ്കിലും കാണിക്കും. ഇവിടെ ഇപ്പൊ എല്ലാവരും എന്നെ എന്റെ അമ്മയും പന്ത് തട്ടുന്ന പോലെ തട്ടി കളിച്ചോണ്ടിരിക്കുക. അതിന്റെ കൂടെ അമ്മയും കൂടെ ഇങ്ങനെ തുടങ്ങല്ലേ. പാവം എന്റെ അഭിമാൻ. സത്യം പറഞ്ഞാലേ പലതും അറിയുമ്പോ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം അടിച്ച് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത്. ഒരു കുടുംബത്തെ മുഴുവൻ അപമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ഒരുത്തി. അവളെ അങ്ങനെ ആക്കി മാറ്റുന്നത് നീയാ. അഭി, എന്തുകൊണ്ട് അവള് തന്റെ ഇഷ്ടത്തിന് നടക്കുന്നത്? ആദർശ് തെറ്റ് ചെയ്തിട്ട് ആദർശിനെ ശിക്ഷിച്ചില്ല ഈ തറവാട്ടിലുള്ളവര്. അതാണ് ആദർശിന്റെ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ളവരില് അവള് കാണുന്ന തെറ്റ്. ചില നേരത്തെ തോന്നിപ്പോയിട്ടുണ്ട്.
ഇവിടെ വന്ന് സകല സത്യം ഒന്ന് വിളിച്ചു പറയണമെന്ന്. പിന്നെ മൂർത്തി സാറും ആദർശ മോനൊന്നും സമ്മതിക്കാത്തോണ്ടാ അത് ചെയ്യാത്തത്. ദേ നിനക്ക് വേണ്ടിട്ടാ ഇപ്പൊ ഈ വീട്ടിലുള്ളവര് എന്റെ മോളുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്. ദയവ് ചെയ്ത് നവ്യ ഇതൊന്നും അറിയരുത്. നവ്യ അറിയരുതെങ്കിലേ നീ അവളെ നേർ വഴിക്ക് നടത്തണം. അവള് തെറ്റായ വഴിക്ക് പോകുമ്പോ അവളെ തടയണം. ഓ, ഞാൻ ചെകുത്താനും കടലിലും നടുക്കപ്പെട്ട അവസ്ഥയിലാണ്. അയ്യോ നീയേ ചെകുത്താന്. പിന്നെ എങ്ങനെയാടാ നീ ചെകുത്താനും കടലിലും നടക്കാവുന്നത്? മോളെ അമ്മ മോളെ അമ്മ എന്താ ഇവനോട് പറയുന്നത്? ഓ പാവ അഭിമോൻ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കായി പോയത്രേ. സത്യം പറഞ്ഞ ഇവനിപ്പോ രക്ഷപ്പെട്ട് നടക്കുക. ആദർശേട്ടനെ ചേച്ചി ഓരോന്ന് പറയുമ്പോ ഞാനും ആദർശേന്റെ അമ്മയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. ഓരോന്നും അറിയുമ്പോ ഞങ്ങളുടെ അവസ്ഥ അത് തന്നെയാ. മോളുടെ അച്ഛൻ ഒരുപാട് തവണ പറഞ്ഞു നവ്യയോട് കാര്യങ്ങളൊന്ന് പറയാൻ. എന്നിട്ട് പിന്നെ അതേ ആള് തന്നെ തിരുത്തി പറയുകയും ചെയ്യും. സത്യം പറഞ്ഞിട്ട് ഇനി നവ്യ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പേടിച്ചിട്ടാ. ഡാ അവള് സത്യങ്ങൾ അറിഞ്ഞാലേ നിന്നെ വെട്ടി വെട്ടി നുറുക്കി നുറുക്കി കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ മോളെ കൊലയാളിയാക്കാൻ വയ്യാത്തതുകൊണ്ടാ അവളോട് സത്യം പറയാത്തത്. ഞങ്ങൾ മാത്രമല്ല ഈ വീട്ടിലുള്ളവര് സഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാ. എടാ എന്റെ മോള് ഇവിടെ ഉണ്ടോ? മുകളിലുണ്ട്. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. കാല് പിടിക്കാം. നവ്യയോടൊന്നും പറയരുത്. അതെ നിന്റെ കയ്യിലിരിപ്പ് പോലിരിക്കും. എടാ സ്വന്തം മോള് കൺമുന്നിലുണ്ട്. അവളെ നീ ഒന്ന് എടുക്കാറുണ്ടോ? അയ്യോ, ഇപ്പൊ മോക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഭയന്നിട്ട്. അല്ലാതെ ഒരു അച്ഛൻ എന്ന ബോധത്തോടു കൂടി ആ കുട്ടിയെ നീ സ്നേഹിച്ചിട്ടുണ്ടോടാ? നവ്യെ മാത്രമല്ല നിന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം. ഇനി നാളെ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ആ ബാഗ് എടുത്ത് അകത്ത് വെക്കി. ബോംബെ പോയിട്ട് ആദർശേട്ടൻ വിളിച്ചായിരുന്നു. ബോംബെയിൽ പോയ ആദർശേട്ടൻ പരാജയപ്പെട്ട് വരണേന്നല്ലേ നിന്റെ അമ്മയുടെയും പ്രാർത്ഥന? പിന്നെ എന്തിനാ ആദർശേട്ടനെ കുറിച്ച് ചോദിക്കുന്നത്? എന്നാലും ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലായി പോയല്ലോ ഞാൻ. ഇനി ഇവരുടെയൊക്കെ മുമ്പിൽ എന്നാണോ എന്തോ തലയൊന്നും ഉയർത്തി നിൽക്കാൻ പറ്റുന്നത്. ഓ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങും അവള്. വല്ലവന്റെയും ജ്വല്ലറിക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാൻ. അമ്മയെ ചൂടാക്കിയിട്ട് ആരും ഇങ്ങോട്ട് വിട്ടാണെന്ന് തോന്നല്ലോ. ചൂടാക്കി വിട്ടതൊന്നും അല്ല. എടി നിന്റെ അനിയത്തി ആക്സിഡന്റ് ആയി കിടന്നപ്പോ നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അപ്പോഴേ വന്ന് 4 വർത്താനം പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ. അവളെ കാണാൻ ഞാൻ എന്തിനാ വരുന്നേ? അബിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോ അവൾ എന്നെ സഹായിച്ചോ? അവളുടെ കാല് പിടിച്ചിട്ട് അവള് കൂടെ നിന്നോ? അന്ന് അവള് മാത്രമല്ലല്ലോ. ആരെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടണം. ആരാ പിന്നെ ഇവിടെ തെറ്റ് ചെയ്യാത്തത്? അഭിയേക്കാളും തെറ്റ് ചെയ്തൊരുത്തൻ ഇവിടെ അന്തസ്സോടല്ലേ നടക്കുന്നേ? നവ്യെ നീ ആദർശ മോനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഈ വീട്ടിനകത്തുള്ളവരും എന്റെ അച്ഛനും അമ്മയൊക്കെ കണക്കാ. എല്ലാരും മൂത്ത മരുമോനെ മാത്രം വെള്ളപൂശാനാ മത്സരിക്കുന്നത്. എടി നവ്യമോളെ അമ്മ പറയുന്ന കേൾക്ക്. നീ ആ ജ്വല്ലറിക്കാരുമായിട്ടുള്ള എഗ്രിമെന്റ് അങ്ങ് ക്യാൻസൽ ചെയ്തേ. അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും ഒക്കില്ലമ്മേ. ഞാനേ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ചിലപ്പോ അവരെന്നെ കോടതി കയറ്റും. എന്നാലും നവ്യേ ഈ വീടിനകത്ത് നിന്നുകൊണ്ട് നിനക്കത് ചെയ്യാൻ തോന്നിയല്ലോ. ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്ന എനിക്കറിയാം. അതുകൊണ്ടേ ഞാനും എന്റെ അബിയുടെയും ഞങ്ങളുടെ കുഞ്ഞിന്റെയും ഭാവി സുരക്ഷിതാക്കിയേ ഉള്ളൂ. അതെ അവനെ പോലുള്ള ഒരാള് കൂടെ ഉള്ളപ്പോഴേ നിന്റെ ഭാവി ഒരിക്കലും സുരക്ഷിതമാവാൻ പോകുന്നില്ല. അവനുമായിട്ടുള്ള നിന്റെ കല്യാണം പോലും ഒരു ചതിയാ. അല്ല കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അതിനകത്തെ ഞാനും പ്രതിയ. ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഈ വീടിന്റെ പടി കടന്നു വന്ന ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ, അമ്മയുടെ ഇളയ മോള്. അവളുടെ പ്രവൃത്തി ഒന്നും ചോദ്യം ചെയ്യാനില്ലേ? അവൾക്കിപ്പോ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാ. ആ സമയത്തെങ്കിലും ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞൂടെ? എടി അവളെ ആ കുഞ്ഞിനെ അങ്ങനെ തള്ളിക്കളയിലടി. അവള് കൂടപ്പറപ്പുകളെ കുറിച്ച് ചിന്തിക്കുന്നവളാ. അവളേക്കാൾ കൂടുതൽ നീ നന്ദൂട്ടിലും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ. ഇവിടെ ഉള്ളവരെ ആ നന്മ മരത്തെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക. ഇനി അതിന്റെ കൂട്ടത്തിൽ അമ്മയും കൂടെ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ. ഇവിടെ ഇപ്പോഴേ എന്റെ ഭർത്താവിനെ അവന്റെ അമ്മയും വീട്ടു ജോലിക്കാരാക്കിയിരിക്കുക ഇവിടെ ഉള്ളവര്, അമ്മയുടെ മോൾ ഉൾപ്പെടെ ഉള്ളവര്. അങ്ങനെയാണെങ്കിലേ അതിനുള്ള യോഗ്യത അവർക്കുള്ളൂ. അതുകൊണ്ടാ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവനും അവന്റെ അമ്മയും തന്നെയാ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അബി എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പോഴേ അവന്റെ ചേട്ടനേക്കാൾ മെച്ചമാണ് അവൻ. അയാളാണ് കുറുക്കൻ. ആ കുറുക്കനിപ്പോ പോയിട്ടുണ്ട് ഏതോ ഡീലെന്നും പറഞ്ഞ്. അയാളുടെ മനസ്സ് ശരിയല്ലാത്തോണ്ട് അയാൾ തോറ്റേ വരത്തുള്ളൂ. എടി നവ്യേ നാക്കിനെല്ലില്ലാന്ന് കരുതി വായി വരുന്നത് വിളിച്ചു പറഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞതാണ് ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഒറ്റ അടിയാൻ വെച്ചു. അമ്മ എന്നെ എത്ര വേണേലും അടിച്ചോ, എന്നാലും ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ശരിയല്ല ശരിയല്ല ശരിയല്ല. പിന്നെ ആരാടി നിനക്ക് ശരി? ആരാടി ശരി? ചോദിച്ചേട്ടില്ലേ ആരാ ശരിയെന്ന്? ഞാനേ ഇവിടെ നിന്നാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ജലജേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ജലജ മോളെ. ഞെട്ടി 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 എന്നെ കിടപ്പ ഞെട്ടിയില്ലേ? ഹായ് ഞെട്ടിയോ? കനകയായിരുന്നോ? അതെ കനക തന്നെ. പിന്നെ ഒരു സന്തോഷവാർത്തയുണ്ട്. ഇന്നൊരു ദിവസം ഞാനിവിടെ കാണും. ആ പിന്നെ മെനു കിട്ടിയായിരുന്നോ? മെനുവോ? ആ അല്ല ഇവിടെ ഉള്ളവരുടെയൊക്കെ മെനു കിട്ടിയായിരുന്നോ എന്ന്. ഇവിടെ ഉള്ളവരെ എല്ലാ ദിവസവും മെനു തരുന്നുണ്ട്. പിന്നെ ആദർശ് വലിയൊരു ഡീൽ ഉറപ്പിക്കാൻ പോയതുകൊണ്ട് ഇവിടെ മിക്കവരും വ്രതത്തില്ല. അയ്യോ അതെയോ? പക്ഷെ എനിക്ക് വ്രതമൊന്നും ഇല്ല കേട്ടോ. ഞാനേ ഒരു മെനു തരാം. അതനുസരിച്ചുള്ളതെല്ലാം ജലജമോൾ എനിക്ക് ഉണ്ടാക്കി തരണം. അതിപ്പോ മെനു തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുമല്ലോ. ഉണ്ടാക്കി തരത്തില്ല. ഇപ്പോഴൊരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ അമ്മയും മോനും ഇങ്ങനെ കീഴടങ്ങി നിൽക്കുന്നത്. എന്റെ കനകെ, എന്റെ മോൻ ചെയ്ത തോന്നിയാസത്തിന് എന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി വട്ടം കറക്കിക്കൊണ്ടിരിക്കുവോ? നിന്റെ മോൻ എങ്ങനെയാണ് അങ്ങനെ ആയത്? അവൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നീ അവനെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരുന്നില്ലേ? എന്തെങ്കിലും എപ്പോഴെങ്കിലും നീ നിന്റെ മോനെ തിരുത്തിയിരുന്നെങ്കിലേ അവൻ ഇങ്ങനെ ആൾക്കാരെ കൊല്ലാക്കൊല്ലം ചെയ്ത് ജീവിക്കില്ലായിരുന്നു. ഓ എന്ത് ചെയ്യാനാ? അച്ഛനെ അമ്മയെ കൊന്നു തിന്നാനായിട്ട് ചില സന്താനങ്ങൾ ജനിക്കും. അവരെ കാരണം അച്ഛനമ്മമാര് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുകയും ചെയ്യും. അതിന് ഇവിടെ ഇപ്പൊ അച്ഛനില്ലല്ലോ. ഉണ്ടായിരുന്ന അച്ഛനെ കുട്ടികൾക്ക് ഓർമ്മയാവുന്നതിന് മുമ്പ് നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അവന്റെ അച്ഛൻ പോകാനുണ്ടായ കാരണങ്ങളൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല.
അത് പിന്നെ അറിയണമെന്നില്ല. അവന്റെ അല്ലേ അച്ഛൻ, അപ്പൊ അയാള് നന്നാവാൻ തരവൊന്നുമില്ല. എന്തായാലും ജലജമോളിനി രാത്രി കിടക്കുമ്പോ മാത്രം വിശ്രമിച്ചാ മതി. അല്ലാതെ ഈ വീട്ടിനകത്ത് കുന്നോളം പണിയുണ്ട്. ഇപ്പൊ ജോലിക്കാരെല്ലാം ആദർശന്റെ അമ്മ പറഞ്ഞു വിട്ടതുകൊണ്ടേ നീ അവരുടെ പകരക്കാരി ആയേ പറ്റൂ. ഓ, ഞാൻ ജോലിയെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് വിശ്രമിക്കാൻ വന്നതേ ഉള്ളൂ. അയ്യോ, അങ്ങനെ എന്റെ ജലജക്കുട്ടി വിശ്രമിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നത്. നീ വിശ്രമിക്കുമ്പോഴാ എന്റെ ജലജമ്മയുടെ തലയിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ കയറി വരുന്നത്. അതുകൊണ്ടേ ഞാൻ ഇപ്പൊ തന്നെ കുറിച്ചോണ്ട് വരാം എനിക്ക് വേണ്ട മെനുവൊക്കെ. അത് കൃത്യമായിട്ട് എന്റെ മുമ്പിലേക്ക് എത്തിച്ചോളണം. ഇല്ലെങ്കിൽ എന്റെ ജലജമോളെ കളി മാറും. അമ്മ കുറെ ദിവസമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. നന്ദുവിന് അപകടം ഉണ്ടായിട്ട് പോലും ചേച്ചി ഒന്ന് തിരിഞ്ഞു നോക്കി പോലും ഇല്ലല്ലോ. അതിന് മോളുടെ ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. അഭയ് കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്ദു അഭി ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ അവനെ കൊണ്ടുപോയിക്കോളാൻ ആദ്യം പറയുന്നത് നിന്റെ ചേച്ചിയായിരുന്നേനെ. എന്നാൽ അതല്ലല്ലോ സംഭവിച്ചത്. അവളുടെ കാഴ്ചപ്പാടില് അഭി ആദർശിന്റെ അത്രയും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവള് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം കാലം നന്ദുവിന്റെ പ്രവൃത്തി അവൾക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല മോളെ. എന്റെ മോള് ഏൻ ജ്വല്ലറിയുടെ പരസ്യത്തിന് പോയെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവിടെ വന്ന് അഭിയോട് അവന്റെ അമ്മയോട് 4 വർത്താനം പറയണമെന്ന് ഞാൻ കരുതിയതാ. ഒന്നു കൊടുത്തു. ഞാൻ എന്തായാലും ഇന്നിവിടെ കാണും. ഇടയ്ക്കെങ്കിലും വന്ന് ഇങ്ങനെയൊന്ന് പറയണമല്ലോ. അതുകൊണ്ടെന്താ ഇപ്പൊ രണ്ടിനെയും ഈ വീട്ടിലെ ജോലിക്കാരാക്കിയിരിക്കുക. എന്തിനാ അവരങ്ങനെ അടിമപ്പണി ചെയ്യുന്നതെന്ന് നവ്യെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ചോദിക്കട്ടെ, അവസാനം സഹിയട്ടെ. അമ്മയും മോനും കൂടി സത്യം പറയും. വരുന്നുണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട്. എടാ അഭി, പറഞ്ഞതെല്ലാം വാങ്ങിച്ചോ? ആ വാങ്ങിയമായി. വാങ്ങിയതിനകത്ത് പഴകിയത് വല്ലതും ഉണ്ടെങ്കിൽ വീണ്ടും അത് കൊണ്ടുകൊടുത്ത് പുതിയത് വാങ്ങേണ്ടി വരും. ഷോ, എല്ലാം ഞാൻ നോക്കിയാ വാങ്ങിയത്. അങ്ങനെയൊക്കെ വാങ്ങാൻ പഠിക്കേ. അങ്ങനെയെങ്കിലും ആ ജോലി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ. അല്ലടാ അഭി, ആദർശ മോനും മോന്റെ മുത്തച്ഛനും കൂടി നിനക്ക് ജ്വല്ലറിയിൽ നല്ലൊരു ജോലി തന്നതായിരുന്നല്ലോ. അപ്പൊ അവിടെ അഴിമതി നടത്തി.